മനുഷ്യരുടെ ഹൃദയം സ്വാഭാവികമായും ചുരുങ്ങിയിരിക്കുന്നു. വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ ഇടുക്കമുള്ള ഹൃദയമുള്ളവരായിരിക്കുന്നു. മനുഷ്യരുടെ പാപം മൂലവും സ്വാർത്ഥത നിമിത്തവുമാണ് ഹൃദയം ചുരുങ്ങിപ്പോകുന്നത്. ഇവർ ദൈവത്തെ സ്നേഹിക്കാത്തവരും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ ഉൾക്കൊള്ളുവാനോ ശ്രേഷ്ഠരായി കാണുവാനോ കഴിയാത്തവരുമായിരിക്കുന്നു. എന്നാൽ തിരുവചനം മറ്റൊരു കൂട്ടരെ പറ്റി പറയുന്നുണ്ട്. അവരത്രേ കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 6 അധ്യായം 11 "The one whose heart is enlarged", ഹൃദയ വിശാലതയുള്ളവർ. കൊരിന്ത്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്, അല്ലയോ കൊരിന്ത്യരെ, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു. ഹൃദയത്തിൻ്റെ വിശാലത പരമകാരുണ്യമാണ്. അത് ദൈവത്തിൻ്റെ നിസ്വാർത്ഥതയുടെയും സ്നേഹത്തിൻ്റെയും വിശാല ഹൃദയത്തിൻ്റെയും മഹത്തായ പ്രദർശനമാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ വിശാലമായ ഹൃദയത്തിൽ പിതാവിൻ്റെ സ്നേഹമുണ്ട്, പുത്രനാം ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പുണ്ട്, അത് നടത്തിത്തന്ന പരിശുദ്ധാത്മാവിൻ്റെ വാസവുമുണ്ട്. ഇങ്ങനെ ഹൃദയം വിശാലമായവർ ചെയ്യുന്നതത്രേ. 119 സങ്കീർത്തനം 32 "നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിൻ്റെ കൽപ്പനകളുടെ വഴികളിൽ ഓടും" എന്ന് വച്ചാൽ ദൈവവചനപ്രകാരം ജീവിക്കുമെന്നർത്ഥം. 2 മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. 3 മറ്റുള്ളവരോട് ദീർഘമായി ക്ഷമിക്കുന്നു. 4 മറ്റുള്ളവരോട് മനസ്സലിവ് കാട്ടുന്നു. 5 സമാധാനമുണ്ടാക്കുന്നു. 6 ബന്ധങ്ങളെ വിലമതിക്കുന്നു. 7 ആത്മീയ പ്രവർത്തനങ്ങളിൽ ഉത്സാഹം കാട്ടുന്നു. യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളാണ് നാം ഓരോരുത്തരും. നമ്മുടെ ഹൃദയം വിശാലമായിരിക്കുന്നു എന്ന് നമുക്കിന്ന് ഉറപ്പുവരുത്താം. സ്വാർത്ഥതയുടെയും പ്രതികാരത്തിൻ്റെയും തിന്മയുടെയും വിഷവിത്തുകൾ ഇടുക്കമുള്ള ഹൃദയമുള്ളവർ ഈ സമൂഹത്തിൽ വിതറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മധ്യേ ദൈവസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും നന്മയുടെയും നല്ല വിത്തുകൾ നമുക്ക് വിതറാം. ഇന്നലേക്കാൾ ഇന്നും, ഇന്നത്തേക്കാൾ നാളെയും നമ്മുടെ ഹൃദയം വിശാലമാകട്ടെ. നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. "O Lord, enlarge my heart day by day. Increase my affection for divine things and arouse me to follow you with full heart." കർത്താവേ, അനുദിനം എൻ്റെ ഹൃദയത്തെ വിശാലമാക്കണമേ. ദൈവിക കാര്യങ്ങളോടുള്ള എൻ്റെ മമത വർദ്ധിപ്പിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ അനുഗമിക്കാൻ ഉണർത്തുകയും ചെയ്യണമേ. ആമേൻ. Have a blessed day.